ഇക്കോ ഫെമിനിസത്തെക്കുറിച്ചാണ്. അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ അഥവാ ഇന്ത്യൻ പോളിറ്റി, സെക്യുലറിസം ആൻഡ് സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് എന്ന ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ്, അതുപോലെ തന്നെ 2013-16 BCom ഇംഗ്ലീഷ് എന്നിവയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഈ ടെക്സ്റ്റ് ബുക്കിൽ 16ാമത്തെ പാഠത്തിൽ ഫ്രിജോഫ് കാപ്ര ചർച്ച ചെയ്യുന്നത്. ഇതിലെ 3ാമത്തെ വീഡിയോയിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. പാരഗ്രാഫ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് എ ഷോർട്ട് നോട്ട്. ഒന്നാമത്തേതല്ല, 4ാമത്തെ ക്വസ്റ്റ്യൻ: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇക്കോ ഫെമിനിസം. ഇക്കോ ഫെമിനിസത്തെക്കുറിച്ച് ഒരു ചെറുകുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. ഫെമിനിസം എന്താണ്? ഫെമിനിസം എന്നത്, ഫെമിനിസം ഈസ് എ സോഷ്യൽ മൂവ്മെൻറ്റ് ദാറ്റ് സീക്സ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ ഇൻ ഓൾ ഫീൽഡ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുക എന്ന് ഉറപ്പാക്കുക, അതിനുള്ള സാമൂഹ്യ പ്രസ്ഥാനമാണ് ഫെമിനിസം. വൈഡ് സ്പ്രെഡ് കൺസേൺ ഫോർ വുമൺസ് റൈറ്റ്സ് ഡേറ്റ് ബാക്ക് ഫ്രം ദ ഡേയ്സ് ഓഫ് ദ എൻലൈറ്റൻമെൻറ്റ്. ഒരുപക്ഷെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, വ്യാപകമായ ഒരു ശ്രദ്ധ പ്രബോധോദയ കാലഘട്ടത്തിൻ്റെ അന്ന് മുതലേ തുടങ്ങിയതാണ്. ഫെമിനിസ്റ്റ് ഫിലോസഫി ഈസ് ലൂസ്ലി റിലേറ്റഡ് ടു എ സെറ്റ് ഓഫ് അപ്രോച്ചസ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് ഫിലോസഫി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വുമൺസ് ലിബറേഷൻ മൂവ്മെൻറ്റ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന ആ ഫിലോസഫിയുമായിട്ട് ആ സന്ദർഭത്തിൽ ഇത് വളരെ പ്രധാനവുമാണ്. ഫെമിനിസ്റ്റ് ഫിലോസഫി ഈസ് ലൂസ്ലി റിലേറ്റഡ്, പക്ഷേ വളരെ വ്യക്തമായി സുവ്യക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഫെമിനിസ്റ്റ് തത്വശാസ്ത്രം വാസ്തവത്തിൽ അതിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുകയാണെന്ന് പറയാം. ലൂസ്ലി റിലേറ്റഡ് ആണ്. എന്ത് കാര്യത്തിലാണെന്ന് അറിയാമോ? അതായത് സ്ത്രീകളുടെ ലിബറേഷൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, സ്ത്രീ വിമോചന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്രത്തിൻ്റെ വിവിധങ്ങളായ തത്വശാസ്ത്രങ്ങളും സമീപനങ്ങളുമായിട്ട് ഒരു കൂട്ടം ആശയഗതികളുമായിട്ട് ഫെമിനിസ്റ്റ് ഫിലോസഫി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാം. ഇക്കോ ഫെമിനിസം ആൻഡ് സോഷ്യൽ ഇക്കോളജി ആർ ടു ഇമ്പോർട്ടൻ്റ് ഫിലോസഫിക്കൽ സ്കൂൾസ്. അപ്പോൾ ഇക്കോളജിക്കൽ ഡീപ്പ് ഇക്കോളജിയെ കൂടാതെ വേറെ 2 തത്വശാസ്ത്ര ശാഖകൾ കൂടി ഉണ്ടെന്ന് ഇവിടെ ഈ ലേഖനത്തിൽ ഫ്രിജോഫ് കാപ്ര നേരത്തെയും പറഞ്ഞായിരുന്നു. എന്താണ്? ഡീപ്പ് ഇക്കോളജി കൂടാതെ വേറെ 2 ഫിലോസഫിക്കൽ സ്കൂളുകളും കൂടി ഉണ്ടായിരുന്നുവെന്ന്. ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന ആശയം കൂടാതെ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇക്കോ ഫെമിനിസം, വേറൊന്ന് സോഷ്യൽ ഇക്കോളജി, സാമൂഹ്യ പരിസ്ഥിതിയും, 2 സ്ത്രൈണ പരിസ്ഥിതിയും. ഇത് രണ്ടും വേറെ 2 ഘടകങ്ങളാണ് എന്ന രീതിയിലാണ് കാപ്ര ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇക്കോ ഫെമിനിസത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ ചോദ്യം. ഇക്കോ ഫെമിനിസം ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് സോഷ്യൽ ഡോമിനേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പാട്രിയാർക്കി. നോക്കൂ, പുരാതന കാലം മുതൽ ഭാരതത്തിലാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും പാട്രിയാർക്കിയാണ് നിലവിലിരുന്നത്. കൂടുതലായിട്ട് പുരുഷ മേധാവിത്വമാണ് നിലവിലിരുന്നത്. സമൂഹത്തെ അടക്കി ഭരിച്ചിരുന്നത് പുരുഷനാണ്. അപ്പോൾ ഇക്കോ ഫെമിനിസം അത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഇക്കോ ഫെമിനിസം ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് സോഷ്യൽ ഡോമിനേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പാട്രിയാർക്കി. പുരുഷ മേധാവിത്വത്തിൻ്റെ സന്ദർഭത്തിലുള്ള ആ മേധാവിത്വത്തെ, സാമൂഹ്യ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇക്കോ ഫെമിനിസം നമുക്കിവിടെ മുമ്പിൽ വരുന്നത്. ഇക്കോ ഫെമിനിസം സീ മെയിൽ ഡോമിനേഷൻ ആസ് ദ പ്രോട്ടോടൈപ്പ് ഓഫ് ഓൾ ഡോമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ദ വേരിയസ് ഹൈറാർക്കിക്കൽ, മിലിറ്ററിസ്റ്റിക്, ക്യാപിറ്റലിസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഫോംസ്. നോക്കൂ, സൈനിക മേധാവിത്വത്തിൻ്റെ ആണെങ്കിലും വ്യാവസായിക മേധാവിത്വത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ മിലിറ്ററി മുതലാളിത്ത മേധാവിത്വം, ക്യാപിറ്റലിസ്റ്റ് മേധാവിത്വത്തിൻ്റെ ആണെങ്കിലും എല്ലാത്തരം മേധാവിത്വത്തിൻ്റെ ആണെങ്കിലും പ്രാക് രൂപം അല്ലെങ്കിൽ പുരാതന രൂപം എന്ന് പറയുന്നത് ഈ പുരുഷ മേധാവിത്വത്തിൽ നിന്നാണ് അതെല്ലാം ജനിച്ചത് എന്ന് ഇക്കോ ഫെമിനിസ്റ്റുകൾ കാണുന്നു, ചൂണ്ടിക്കാണിക്കുന്നു. ദേ പോയിന്റ് ഔട്ട് ദാറ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദാറ്റ് ഓഫ് വുമൺ. പ്രകൃതിയിലെ ചൂഷണമെന്ന് പറയുന്നത് അവ സ്ത്രീയോടൊപ്പം ചേർന്ന് പോകും. സ്ത്രീയോടുള്ള ചൂഷണത്തോടൊപ്പം തന്നെ പ്രകൃതി ചൂഷണവും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. They point out that the exploitation of nature go hand in hand with that of woman, and women have been identified with nature throughout ages. അങ്ങനെ സ്ത്രീയും പ്രകൃതിയും ചൂഷണത്തിന് വിധേയരാകപ്പെടുന്ന ഘടകങ്ങളെന്ന നിലയിൽ ഒരേ സമാനതകളോടെ യുഗങ്ങളായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ thus വുമൺസ് ഹിസ്റ്ററി ആൻഡ് ദ സ്റ്റോറി ഓഫ് എൻവയോൺമെൻറ്റ് ആർ റിലേറ്റഡ്. അങ്ങനെ സ്ത്രീയുടെ ചരിത്രവും പരിസ്ഥിതിയുടെ ചരിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ സ്ത്രീകൾക്ക് പങ്കുണ്ട്, അല്ലേ? കാപ്പിത്തോട്ടങ്ങളിലും നമ്മുടെ നെൽവയലുകളിലും പണിയെടുക്കുന്നവരിൽ ഏറിയ പങ്കും സ്ത്രീകളല്ലേ.
ചിപ്കോ പ്രസ്ഥാനം പോലുള്ള സംഘടനകളിൽ മരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ മരത്തിന് ചുറ്റും അതിനെ വെട്ടി നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുന്ദർലാൽ ബഹുഗുണയെ പോലുള്ള ആളുകളുടെയൊക്കെ കൂടെ സമരത്തിന് മുന്നിട്ട് നിൽക്കുന്നത് കൂടുതലും സ്ത്രീകളിൽ. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന്, അതുപോലെ തന്നെ നമ്മുടെ കാർഷിക നന വിളകളെയൊക്കെ നമ്മുടെ തൊടിയിലും പറമ്പിലും വീടുകളിലും വീട്ടുവളപ്പുകളിലും ഒക്കെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കുന്നത് എപ്പോഴും നിത്യേന പുരുഷൻ ജോലിക്ക് പോയി വരുമ്പോഴും അല്ലേ, ഒരു പൂത്തോട്ടമാണെങ്കിലും സ്ത്രീയല്ലേ കൂടുതലും അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത്. ഇത്തരം ചോദ്യങ്ങളിലൂടെ സ്ത്രീക്ക് എപ്പോഴും പ്രകൃതിയോട് ഒരു അമ്മയെന്ന പരിചരണ ഭാവമുണ്ട്. അതാണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ ആ ഭാവമാണ് വേണ്ടത് എന്ന് പറയുകയാണ്. പുരുഷന്റെ മേധാവിത്വ ഭാവത്തിന് ഒരിക്കലും പ്രകൃതിയെ പുലർത്താനാവില്ല, പ്രകൃതിയെ പരിപോഷിപ്പിക്കാനാവില്ല എന്ന ചിന്തയാണ് ഇക്കോ ഫെമിനിസം എന്ന ചിന്തയുടെ കാതൽ എന്ന് പറയുക. പ്രിൻസ് ക്യാപ്ര മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ഷിഫ്റ്റ് ഫ്രം സെൽഫ് അസേർഷൻ ടു ഇൻ്റഗ്രേഷൻ. നോക്കൂ, അവനവന് പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറത്തേക്ക്, അവനവനെ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവയുടെ കൂട്ടത്തിൽ തന്നെയും കൂടി കൂട്ടിച്ചേർക്കുക എന്നതിൻ്റെ ആ സൂചന, അർത്ഥസൂചന അതൊന്ന് വിവരിക്കാമോ? ആ ഇംപ്ലിക്കേഷൻ എന്താണ്? പഴയ കാലത്തിലെ ഷാലോ ഇക്കോളജിയിൽ അങ്ങനെയായിരുന്നു, സെൽഫ് അസേർഷൻ ആയിരുന്നു. മനുഷ്യൻ ഞാൻ പ്രധാനി, ഞാൻ പ്രമുഖൻ എന്ന് പറയുന്ന സെൽഫ് സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മാറിയിട്ട് എന്നെയും കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ഒന്ന് ചേർക്കൂ എന്ന് പറയുന്ന പുതിയ കാലത്തിന് മനുഷ്യൻ്റെ ഒരു നേർത്ത ശബ്ദം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. അതിൻ്റെ സൂചന എന്താണ് എന്ന് ഒന്ന് വിവരിക്കാമോ? ഓൾ റിലീജിയസ് ടെക്സ്റ്റ് എംഫസൈസ് ദ യൂണിറ്റി ഓഫ് ഓൾ ക്രിയേഷൻ. എല്ലാ മത പുസ്തകങ്ങളും പറയുന്നത് എന്താണ്? സർവ്വ ജീവജാലങ്ങളുടെയും ഐക്യത്തെ കുറിച്ചാണ് പറയുക. ദ സെൽഫ് ആൻഡ് നേച്ചർ ആർ ഇൻഡീഡ് വൺ. ആത്മാവും, അതായത് നാം എന്ന മനുഷ്യനും പ്രകൃതിയും ഒന്നാണെന്ന്. ഓൾ ലിവിങ് ബീയിങ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ് ആർ ദ സ്ട്രാൻഡ്സ് ഇൻ ദ മൈറ്റി വെബ് ഓഫ് ദിസ് യൂണിവേഴ്സ്. നമ്മളടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ആ മഹാജാലികയുടെ നാരുകളാണ് എന്ന തിരിച്ചറിവ്, സ്ട്രാൻഡുകളാണ് എന്ന തിരിച്ചറിവ്. വൺ മേ ഈവൻ സേ ദാറ്റ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് കൺസ്റ്റിറ്റ്യൂട്ട് വൺ ഹോൾ. നമ്മളൊരു ഒന്ന് പറയുമായിരിക്കാം, എല്ലാ അജൈവ ഘടകങ്ങളും ഒന്നായി ചേർന്ന് ഒരു സമഗ്രതയായി മാറുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹവർ ദിസ് ഗ്ലോറിയസ് ഹോളിസ്റ്റിക് വ്യൂ, ഇത് ഒരു ആകമാന കാഴ്ചപ്പാട് എന്ന് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സമഗ്ര കാഴ്ചപ്പാട്, ഹോളിസ്റ്റിക് വ്യൂ എന്ന് നമുക്ക് പറയാം. ഇത് മഹത്തരമാണ്, ഗ്ലോറിയസ് ആണ് എന്ന് കാപ്ര പറയുന്നു. പക്ഷേ ഈ മഹത്തരമായ കാഴ്ചപ്പാട് ദൗർഭാഗ്യവശാൽ അൺഫോർച്ചുനേറ്റ്ലി ഹാസ് ഹാഡ് ഇറ്റ്സ് എ ഡിക്ലൈൻ ഇൻ ഹ്യൂമൻ സൊസൈറ്റി. അത് പണ്ടുകാലങ്ങളിൽ എല്ലാ മതങ്ങളും മുന്നിൽ പറഞ്ഞിരുന്നു, പണ്ടുകാലങ്ങളിൽ എല്ലാ പുരാതന സംസ്കാരങ്ങളും അതിനെ അംഗീകരിച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് മാനവ ചരിത്രത്തിൽ ഇടയ്ക്ക് എവിടെയോ കൈമോശം വന്നു, അതിന് അധപ്പതനം സംഭവിച്ചു. ഹാസ് ഹാഡ് ഇറ്റ്സ് എ ഡിക്ലൈൻ, അതിന് അധപ്പതനമുണ്ടായി. ഹാസ് ഹാഡ് ഇറ്റ്സ് എ ഡിക്ലൈൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഹോളിസ്റ്റിക് വ്യൂ ഹാസ് ഹാഡ് ഇറ്റ്സ് എ ഡിക്ലൈൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. മാൻസ് ഈഗോ മെയ്ഡ് ഹിം ഫീൽ ദാറ്റ്, മനുഷ്യൻ്റെ ഞാനെന്ന ഭാവം അവനെ കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചു, ദാറ്റ് ഹീ ഈസ് ദ സെൻറ്റർ ഓഫ് ക്രിയേഷൻ, താൻ സൃഷ്ടിയുടെ കേന്ദ്രമാണെന്ന്. ദിസ് സെൽഫ് അസേർഷൻ മെയ്ഡ് ഹിം എക്സ്പ്ലോയിറ്റ് ഓൾ ദ റിസോഴ്സസ് ഓഫ് ദ വേൾഡ്. ഇത് അവനെ ലോകത്തിലെ എല്ലാ വിഭവങ്ങളെയും ചൂഷണം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഫോർ ഹിസ് ബോഡിലി പ്ലഷർ, അവൻ്റെ ഭൗതിക ശാരീരിക സന്തോഷത്തിന് വേണ്ടി. ആൻഡ് വേൾഡിലി ലക്ഷറി, തൻ്റെ ലൗകിക സന്തോഷത്തിന് വേണ്ടി. ദസ് അങ്ങനെ all the scientific advancements are taking the world to disaster. എല്ലാ ശാസ്ത്രീയ പുരോഗതികളും ലോകത്തെ ഡിസാസ്റ്ററിലേക്ക് അഥവാ ലോകത്തെ ദുരന്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയാൻ സാധിക്കും. ഇൻഫാക്റ്റ് സത്യത്തിൽ ദിസ് എർത്ത് ഈസ് നിയറിങ് എക്സ്റ്റിങ്ഷൻ ഓഫ് മാൻ ആൻഡ് ഓൾ ലൈഫ്. ഈ ഭൂമി എന്ന് പറയുന്നത് ദിസ് എർത്ത് ഈസ് നിയറിങ് എക്സ്റ്റിങ്ഷൻ, നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനും എല്ലാ ജീവരൂപങ്ങളിലും ഈ ഭൂമിയിൽ നിന്ന് ഒന്നൊന്നായി ഇല്ലാതായിത്തീരുകയാണ്. ഈ ജാലികയുടെ ആ ഓരോ നേർത്ത സ്ട്രാൻഡുകളും, ഈ വെബ് ഓഫ് ലൈഫ് എന്ന ജാലികയുടെ നേർത്ത നാരുകൾ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ദസ് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഒരു പാരഡിം ഷിഫ്റ്റ് ആവശ്യമാണ്. എ പാരഡിം ഷിഫ്റ്റ് ഈസ് എസെൻഷ്യൽ. എന്താണ്? ഒരു സമീപന മാറ്റം ആവശ്യമാണ്. അതായത് പഴയകാല ചിന്താഗതികൾ മാറ്റി, കാഴ്ചപ്പാടിൻ്റെ മാറ്റം എന്ന് പറയാം. പാരഡിം എന്ന് പറഞ്ഞാൽ മോഡലാണ്. പഴയ മോഡൽ മാറ്റി പുതിയ മോഡൽ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരണം, ഒരു പാരഡിം ഷിഫ്റ്റ് കൊണ്ടുവരണം. ആൻ ഇൻ്റഗ്രേറ്റഡ് വ്യൂ ഓഫ് ദ വേൾഡ്. കണ്ടോ, മനുഷ്യൻ ഡീപ്പ് ഇക്കോളജി എന്നൊരു പദപ്രയോഗത്തിലൂടെ ആ മാറ്റത്തിൻ്റെ പ്രത്യേകത എങ്ങനെയുള്ളതായിരിക്കണം അത് എന്ന് കാപ്ര ചൂണ്ടിക്കാണിക്കും.
എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ആയ ടോട്ടലായ സമഗ്രമായ ഒരു വ്യൂ ആണ് വേണ്ടത് ലോകത്തെക്കുറിച്ചുള്ള. ആൻ ഇൻ്റഗ്രേറ്റഡ് വ്യൂ ഓഫ് ദ വേൾഡ് വുഡ് മേക്ക് അസ് ഹംബിൾ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എത്ര എളിമയുള്ളവരാകുമെന്നറിയാമോ, നമ്മൾ ഹംബിൾ ആകുമെന്നറിയാമോ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിൽ ഒരു നിസാര കടുക് മാത്രമാണ് ഞാനെന്ന തിരിച്ചറിവ് മനുഷ്യനെ വിനയാന്വിതനാക്കും എന്ന് കാപ്ര പറയുന്നു. ദെൻ വി വിൽ കെയർ ഫോർ ലിവിങ് തിങ്സ് ആൻഡ് നേച്ചർ. അപ്പോഴാണ് നമ്മൾ മറ്റു ജീവജാലങ്ങളെയും പ്രകൃതിയെയും പരിചരിക്കാൻ തയ്യാറാവുക എന്ന് പറയാം. വാട്ട് ഈസ് ദ മീനിങ് ഇൻ സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് 1017 ദ ഷിഫ്റ്റ് ഫ്രം ഹൈറാർക്കിക്കൽ ടു നെറ്റ്വർക്ക്സ്? അതായത് തട്ടായിട്ട് പല തട്ടുകളിൽ ജീവജാലങ്ങളുടെ പ്രാധാന്യത്തെ നോക്കിക്കാണുക, അതിൽ ഏറ്റവും മുകളിൽ ഹൈറാർക്കിയുടെ ഏറ്റവും ടോപ്പിൽ മനുഷ്യനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ് ലോകത്തിലുണ്ടായിരുന്നത്. സമൂഹത്തിൽ അല്ലേ പല മനുഷ്യർ തന്നെയും പല തട്ടുകളായിട്ട് ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്ന് മാറി മാറി നമ്മൾ ഇന്നിപ്പോൾ തുല്യതയെന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു മോഡലിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ ഓർഗനൈസേഷനിൽ 1017 കാലഘട്ടങ്ങൾ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ നെറ്റ്വർക്കിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ് ഹൈറാർക്കി മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ് അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ ഓഫ് റാങ്ക്, ഗ്രേഡ്, ക്ലാസ്, സോഷ്യൽ പൊസിഷൻ. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ, അതായത് ഹൈറാർക്കി അഥവാ തട്ടായിട്ടുള്ള ശ്രേണി എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? മനുഷ്യരെയോ അല്ലെങ്കിൽ വസ്തുവകകളെയോ ക്രമത്തിൽ ഏറ്റവും മുകളിലെ ഓർഡർ മുതൽ ഏറ്റവും താഴേക്കുള്ള ഓർഡർ വരെ താഴോട്ട് ക്രമമായി ക്രമീകരിക്കുന്നതിനെയാണ് ഈ ഹൈറാർക്കി എന്ന പദപ്രയോഗം വിശാലാർത്ഥത്തിൽ പ്രയോഗിക്കുക. ഇനി ഹൈറാർക്കിക്കൽ സെറ്റപ്പ് നോക്കൂ. തട്ടായിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ സെറ്റപ്പിൽ ചിലർ മേളിത്തട്ടിലുള്ളവർ, ചിലർ താഴെത്തട്ടിലുള്ളവരുണ്ട്. സം ആർ സുപ്പീരിയർ ആൻഡ് സം ആർ ഇൻഫീരിയർ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നേച്ചർ, സൊസൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവയുടെ ആ സന്ദർഭത്തിൽ ഇത് എങ്ങനെയാണ് വരിക? in the context of nature and society and in the context of shallow and deep ecology, an understanding of the shift from hierarchy to network is superior to all other creations for a long time. അതായത് ഇവിടെ ഈ പുതിയ കാലഘട്ടത്തിൽ പ്രകൃതിയാണ് ഏറ്റവും മുകളിൽ വരേണ്ടത്. എന്നിട്ട് മറ്റെല്ലാ പ്രകൃതി എല്ലാ നെറ്റ്വർക്കിൻ്റെയും സുപ്പീരിയറായ ഒരു സ്ഥാനം അലങ്കരിക്കേണ്ടതൊന്നാണ്. പ്രകൃതിക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുക. അപ്പോൾ ഈ ജീവജാലങ്ങൾ ഈ സൃഷ്ടിയിലെ എല്ലാത്തിനും ദീർഘകാലം ഈ ഭൂമിയിൽ കഴിയാനായിട്ട് അപ്പോഴാണ് കഴിയുക. അല്ലാതെ മനുഷ്യന് പ്രാധാന്യം കൊടുത്ത് മനുഷ്യനെ സുപ്പീരിയർ ആക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇൻ അതർ വേർഡ്സ്, മാൻസ് വ്യൂ ഓഫ് ദ വേൾഡ് വാസ് മാൻ സെൻറ്റേഡ് ഓർ സെൽഫ് സെൻറ്റേഡ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ലോകത്തെ നോക്കിക്കണ്ടിരുന്നത് ഒരു മാൻ സെൻറ്റേഡ് വ്യൂ ആയിരുന്നു, സെൽഫ് സെൻറ്റേഡ് വ്യൂ ആയിരുന്നു. പക്ഷെ അത് അത്ര കറക്റ്റ് അല്ല. അങ്ങനെയുള്ള ഔട്ട്ലുക്ക്, സച്ച് ആൻ ഔട്ട്ലുക്ക് സീസ് ദ വേൾഡ് ആസ് എ കളക്ഷൻ ഓഫ് ഡിസ്കണക്റ്റഡ് തിങ്സ്. ലോകത്തെ നോക്കിക്കണ്ടിരുന്ന പഴയ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു. പക്ഷേ എ ഷിഫ്റ്റ് ഇൻ ദിസ് വ്യൂ കൺവിൻസസ് ആസ് ഓൾ തിങ്സ് ആർ ഇൻ്റർകണക്റ്റഡ്. നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ? എല്ലാം പരസ്പര ബന്ധിതമാണെന്നും ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻറ്റ്, എല്ലാം പരസ്പര ആശ്രിതമാണെന്നുമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുക. ദേ കൺസ്റ്റിറ്റ്യൂട്ട് എ നെറ്റ്വർക്ക് ഫ്രം മാൻ ടു ദ സ്മോളസ്റ്റ് ക്രീച്ചർ. മനുഷ്യൻ മുതൽ ഏറ്റവും ചെറു ജീവി വരെയുള്ള ഒരു നെറ്റ്വർക്കാണ് അതിൽ പെടുക. എവറി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഈസ് എ സ്ട്രാൻഡ് ഇൻ ദിസ് ഗ്രേറ്റ് വെബ് ഓഫ് ക്രിയേഷൻ. സൃഷ്ടിയുടെ ഈ മഹാജാലികയിൽ ഓരോ ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ വസ്തുതകളും തീർച്ചയായിട്ടും വളരെ തുല്യതയുള്ളവരാണ്, അവശ്യം വേണ്ടുന്നവയാണ്, ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നാണ് ഇതിൽ നമ്മൾ തിരിച്ചറിയുക. ഏഴാമതൊരു ചോദ്യം പാരഗ്രാഫാണ്. റൈറ്റ് ആൻഡ് ഷോർട്ട് നോട്ട് ഓൺ ഇക്കോളജിക്കൽ എത്തിക്സ്. പരിസ്ഥിതി എത്തിക്സ് അഥവാ പരിസ്ഥിതി ധാർമ്മികത എന്നതിനെക്കുറിച്ച് ഒരു ചുരുക്കിയ വിവരണം, ചെറുവിവരണം. എത്തിക്സ് മീൻസ് മോറൽ ഫിലോസഫി. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക തത്വശാസ്ത്രമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് മോറൽ വാല്യൂസ്. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ് ഈ എത്തിക്സ് ഉയർത്തുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഐഡിയ ഓഫ് ഡീപ്പ് ഇക്കോളജി, ഡീപ്പ് ഇക്കോളജിയുടെ കാഴ്ചപ്പാടിൽ ഇറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. എത്തിക്സ് എന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഡീപ്പ് ഇക്കോളജി എംഫസൈസസ് ദ വൺനെസ് ഓഫ് ഓൾ ക്രിയേഷൻ. എല്ലാ സൃഷ്ടിയുടെയും സമഗ്രതയാണ് ഡീപ്പ് ഇക്കോളജി ഊന്നി പറയുന്നത്. ഓൾ തിങ്സ് ബിഗ് ആൻഡ് സ്മോൾ, എല്ലാം വലുതും ചെറുതുമായ എല്ലാം ഹാവ് എ റോൾ ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ അവയ്ക്ക് എല്ലാത്തിലും ഒരു റോളുണ്ട് എന്ന് പറയുന്നു. ദ ഫെയിലിയർ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, ഇത് മനസ്സിലാക്കാനുള്ളതിലുള്ള പരാജയം ഹാസ് റിസൾട്ടഡ് ഇൻ
സയൻസ് ബിക്കമിങ് എ ഡിസ്ട്രോയർ. അതുകൊണ്ടല്ലേ ശാസ്ത്രം ഒരു വിനാശകാരിയായ ഒന്നായി ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. ശാസ്ത്രത്തിന് നശീകരണായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വലിയ പ്രാധാന്യം കൈവന്നത്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് നെസസറി ടു ഇൻട്രൊഡ്യൂസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻ സയൻസ്. അതുകൊണ്ട് സയൻസിൽ ധാർമ്മിക ശാസ്ത്രത്തിനെ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുകയാണ്. സയൻറ്റിസ്റ്റ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് നേച്ചർ ആൻഡ് സെൽഫ് ആർ വൺ. ശാസ്ത്രജ്ഞന്മാർ ഇനി അങ്ങോട്ടുള്ള ലോകത്തൊരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് പ്രകൃതിയും അവനവനും ഒന്ന് തന്നെയാണ് എന്ന തിരിച്ചറിവ്. ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ഡീപ്പ് ഇക്കോളജി. ഡീപ്പ് ഇക്കോളജി എന്ന ചിന്തയുടെ അടിസ്ഥാനം തന്നെ ഇതാണ്. ദെൻ വി വിൽ നോട്ട് നെഗ്ലക്റ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അവബോധം മനുഷ്യനിൽ വേരൂന്നുമ്പോൾ നമ്മളും പ്രകൃതിയും രണ്ടല്ല ഒന്നാണ് എന്ന തിരിച്ചറിവിലേക്കും പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ഒരിക്കലും അത് അവഗണിച്ച് കളയുകയില്ല എന്ന് പറയുക. ദർ വിൽ ബി എ സോർട്ട് ഓഫ് ബാലൻസ് ഇൻ നേച്ചർ ദെൻ. അപ്പോൾ പ്രകൃതിയിൽ ഒരുതരം സന്തുലിതാവസ്ഥ സംജാതമാകും എന്ന് പറയാൻ. ആൻഡ് എത്തിക്കൽ അപ്രോച്ച് ടു ഇക്കോളജി അലോൺ, പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ധാർമ്മികമായ സമീപനം മാത്രമാണ് വിൽ എൻഷുർ ദ ഹാർമോണിയസ് എക്സിസ്റ്റൻസ് ഓഫ് ഓൾ നേച്ചർ. എല്ലാ പ്രകൃതിയുടെയും ആ സമന്വയത്തിനും സമതാളത്തിലുമുള്ള നിലനിൽപ്പ് സാധ്യമാക്കുകയുള്ളൂ എല്ലാ ജീവരൂപങ്ങളിലും. വി മസ്റ്റ് റിയലൈസ് ഇൻജറിങ് നേച്ചർ ഈസ് എ സിൻ. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, പ്രകൃതിയെ മുറിവേൽപ്പിക്കുന്നത് പാപമാണ് എന്ന്. ഉണ്ടോ? വി മസ്റ്റ് റിയലൈസ് ഇൻജറിങ് നേച്ചർ ഈസ് എ സിൻ. ചോദ്യം എന്തായിരുന്നു? ഇക്കോളജിക്കൽ എത്തിക്സ് എന്താണെന്ന്, പരിസ്ഥിതിപരമായ ധാർമ്മിക ശാസ്ത്രം എന്താണ്, അതിനെക്കുറിച്ചൊരു ചെറു കുറിപ്പ്. ഓക്കെ, താങ്ക് യു. ഇനി 8 മുതൽ 8ാമത്തെ ചോദ്യമുണ്ട്, എസ്സേ ഉണ്ട്.